എന്താ ആശിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കണോ റൂമിന്റെ പുറത്ത്? അതെന്താ സംഭവിച്ചാൽ നമ്മളിങ്ങനെ നാട്ടിലത്തെ ഓരോ വീഡിയോസുകളെ വാട്സപ്പിൽ ഇങ്ങനെ ചെക്കന്മാരിട്ടിട്ട് ഇങ്ങനെ കണ്ടിരിക്കും. നാട്ടിലാണ് ഈ മഴയും പെയ്തിട്ട് ഇവര് ഈ കുളത്തിൽ ചാടുന്നതും മറ്റേ കുളിക്കാൻ പോകുന്നതും അതൊരു ഭയങ്കര രസം തന്നെ. ഇവിടെ ഈ മരുഭൂമിയിൽ വന്ന് നിന്നിട്ട് രാവിലെ പോകുന്നു പണിക്ക്, വൈകിട്ട് പോകുന്നു. അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ആശിക്ക്. ഇവിടുത്തെ ജീവിതം വേറൊരു ലെവല്, നാട്ടിലത്തെ ജീവിതം വേറൊരു ലെവല്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ കിട്ടും, വാട്സപ്പ് ഗ്രൂപ്പ്. വലിയ ബിൽഡിങ്ങുകളും ഈത്തപ്പന മരങ്ങളൊക്കെ. ഇവിടെ വന്നപ്പോൾ ചെറിയ ചെറിയ കൂടപ്പന്നമായിരിക്കില്ല, ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രവാസി ലോകം എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പ്രവാസികൾ വന്നിട്ട് ഇതുപോലെ തന്നെ അല്ലേ അവരുടെ കുടുംബങ്ങൾ നോക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ട് ഈ ചൂടത്ത് കടന്നിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല അവർ നോക്കാം. എന്നിട്ടോ നാട്ടിൽ പോകുമ്പോൾ എന്താ ഈ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? ഈ ഒരു ചോദ്യമല്ല എല്ലാവരും ചോദിക്കുക. ഓരോരോ അവസ്ഥകൾ അതന്നെ, ഇതന്നെയാണ് അവസ്ഥ ഓരോരുത്തരും. എല്ലാവരും മിക്കവാറും പ്രവാസികളുടെ അവസ്ഥ ഇതന്നെയൊക്കെയാണ് ആശിക്കുക. ഇപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്, നമുക്ക് നമ്മളുടെ ആയിട്ടുള്ള കുറച്ചെങ്കിലും പൈസ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. മുഴുവൻ പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക. പിന്നെ അതിന് നമ്മളോട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ ചോദിക്കും നിങ്ങളെന്താ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ആ ചോദ്യം വരാണ്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമുക്കായിട്ടുള്ള കുറച്ച് സമ്പാദ്യം നമുക്കായിട്ട് മാറ്റി വെക്കണം.